നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മറൈൻ ഇൻഷുറൻസുകളെ കുറിച്ചായിരുന്നു. അതിൽ മറൈൻ ഇൻഷുറൻസിൽ 4 വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസുകൾ പറയുന്നുണ്ട്. ഒന്ന് ഹൾ ഇൻഷുറൻസ്, പിന്നൊന്ന് കാർഗോ ഇൻഷുറൻസ്, പിന്നൊന്ന് ഫ്രൈറ്റ് ഇൻഷുറൻസ്, പിന്നൊന്ന് ലയബിലിറ്റി ഇൻഷുറൻസ്. ആദ്യം നമുക്ക് മറൈൻ ഹൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഈ ഹൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ കപ്പലുകളുണ്ടല്ലോ, കപ്പലുകളുടെ അടിയിൽ അതിൻ്റെ ഒരു അടിവശം വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനെയാണ് ഹൾ എന്ന് നമ്മളോട് വിശേഷിപ്പിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിസ് പെർട്ടൈൻസ് ടു ഇൻഷുറൻസ് ഓഫ് ഓഷ്യൻ ഗോയിങ് ഷിപ്സ് ആൻഡ് അതർ വെസൽസ്. ഹൾ റെഫേഴ്സ് ടു ദ ബോഡി ഓർ ഫ്രെയിം ഓഫ് ദ ഷിപ്പ്. കണ്ടോ, ബോഡി അല്ലെങ്കിൽ ആ കപ്പലിൻ്റെ ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ ഹൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കപ്പലിനെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ബോഡിക്ക് വല്ല ഡാമേജ് പറ്റി കപ്പൽ മുങ്ങിപ്പോവുകയാണെങ്കിൽ ആ കപ്പൽ കമ്പനിക്കാരന് നഷ്ടം വരാണ്ടിരിക്കാൻ വേണ്ടി അവനെടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ടൈറ്റാനിക് കപ്പൽ മുങ്ങിപ്പോയ സമയത്ത് ടൈറ്റാനിക് കപ്പൽ എവിടെയാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ ഐസ്ബർഗ് എവിടെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്? കപ്പലിൻ്റെ ബോഡിയുമെയാണ് അടിച്ചൊരഞ്ഞു പോകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആപത്ത് വരികയാണെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകുമ്പോൾ ആ കപ്പൽ അടക്കം നല്ല കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് നഷ്ടം വരുന്നത്, അല്ലേ? അപ്പോൾ ആ കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ കപ്പലിൻ്റെ കമ്പനിക്കാരന് അത് അത്രത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹൾ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് ആ കപ്പൽ ഉൾപ്പെടെ എൻറ്റയർ കാര്യങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഈ ഹൾ ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നെയാണ് കാർഗോ ഇൻഷുറൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാർഗോ ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണ്? കാർഗോ ഇൻഷുറൻസ് കവേഴ്സ് ദി കാർഗോ ഓർ ഗുഡ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ ഷിപ്പ് ആൻഡ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ ക്രൂ ആൻഡ് പാസഞ്ചേഴ്സ്. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു വിനോദസഞ്ചാര കപ്പലിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വ്യക്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ്, നമ്മുടെ ബാഗേജ് അതുപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് നമുക്ക് കാർഗോ ഇൻഷുറൻസ് നമുക്ക് വിശേഷിപ്പിക്കാം. അതുമാത്രമല്ല, നമ്മൾ ചരക്ക് കപ്പലിൽ നമ്മൾ കുറേ 100 കണ്ടെയ്നേഴ്സ് ഒരു കപ്പലിൽ കയറ്റി വിടുമ്പോൾ ആ 100 കണ്ടെയ്നേഴ്സിനെ മൊത്തമായിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ കാർഗോ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. Cargo insurance covers the cargo or goods contained in the ship and the personal belongings of the crew and passengers. It provides cover for various transit perils in respect of goods and or merchandise in transit from one place to another by sea, air, road or registered post. Transit risk or perils are covered under marine insurance. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ട്രെയിനുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, വലിയ കാർഗോ കൊണ്ടുപോകുന്ന ട്രെയിനുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരു സാധനം, ഒരു ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മൾ മൊത്തമായിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസിനെ വിളിക്കുന്ന പേരാണ് കാർഗോ ഇൻഷുറൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അടുത്തതാണ് ഫ്രൈറ്റ് ഇൻഷുറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഫ്രൈറ്റ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് ഫ്രൈറ്റ്. അതായത് ഞാനിപ്പോൾ ഒരു കപ്പലിലോട്ടേക്ക് എൻ്റെ ഒരേ ഒരു കണ്ടെയ്നർ ഞാൻ കയറ്റി വിട്ടു എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ആ കണ്ടെയ്നറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ടെയ്നർ വിശ്വസിച്ച് കയറ്റി അയച്ചെന്ന പാർട്ടിക്കാരന് ചിലപ്പോൾ ഒരു വലിയൊരു നഷ്ടം വന്നേക്കാം, അതുപോലെ തന്നെ എനിക്ക് നഷ്ടം വന്നേക്കാം. അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം. ഓക്കെ, ഇൻ മെനി കേസസ് ദി ഓണർ ഓഫ് ഗുഡ്സ് ഈസ് ബൗണ്ട് ടു പേ ഫ്രൈറ്റ് under the terms of the contract only when the goods are safely delivered at the port of destination. If the ship is lost or the goods are damaged or stolen, the freight insurance is taken to guard against such risk. അതായത് അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ ഫ്രൈറ്റ് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ട ഗതിയായി വരില്ല. പിന്നെ പറയുന്നതാണ് ലയബിലിറ്റി ഇൻഷുറൻസ്.
അല്ലേ? ലയബിലിറ്റി ഇൻഷുറൻസ്, കടബാധ്യത. അപ്പോൾ ലയബിലിറ്റി ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ഇൻഷുറൻസ് വൺ ഇൻ വിച്ച് ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു ഇൻഡെമിനിഫൈ അഗെയിൻസ്റ്റ് ദ ലോസ് വിച്ച് ഈസ് ഇൻഷുർഡ് may suffer on account of liability to a third party caused by collision of the ship and other similar hazard. ഇവിടെ പറയുന്നത് ലയബിലിറ്റി ഇൻഷുറൻസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു ഇൻഡെമിനിഫൈ അഗെയിൻസ്റ്റ് ദ ലോസ്. നഷ്ടം വരുന്ന സമയത്ത് ഒരു ഭീമമായ ഒരു തുക കൈമോശം വരാണ്ടിരിക്കാനായിട്ട് ഇൻഷുറർ അണ്ടർടേക്സ് ഒരു അതായത് നമ്മൾ അതിൻ്റെ ചരക്കിൻ്റെ ഉടമസ്ഥൻ, ആ ചരക്ക് കയറ്റി അയക്കുന്നതിൻ്റെ ഉടമസ്ഥൻ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ലയബിലിറ്റി ഇൻഷുറൻസ്. അപ്പോൾ അതാകുമ്പോൾ വല്ല പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പോളിസികൾ നമുക്ക് നോക്കാം. മെറൈനിൽ വരുന്ന പല വ്യത്യസ്തമായിട്ടുള്ള പോളിസികൾ വരുന്നുണ്ട്. അതിലാദ്യം വരുന്നതാണ് വോയേജ് പോളിസി എന്ന് പറയുന്ന ഒരു കാര്യം. വോയേജ് പോളിസി പറഞ്ഞാൽ എന്താണ്? വെൻ എ മെറൈൻ ഇൻഷുറൻസ് പോളിസി എംബോഡീസ് ദ കോൺട്രാക്ട് ടു ഇൻഷുർ ദ സബ്ജക്റ്റ് മാറ്റർ അറ്റ് ആൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ അതർ പാർട്ടീസ്, ദ പോളിസി ഈസ് കോൾഡ് വോയേജ് പോളിസി. വോയേജ് എന്ന് പറഞ്ഞാൽ യാത്രക്കിടയിൽ എടുക്കുന്ന ഒരു പോളിസീനെയാണ് നമ്മളിവിടെ വോയേജ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ടൈം പോളിസി. ടൈം പോളിസി ഈസ് ആൻ ഇൻഷുറൻസ് പോളിസി എംബോഡിയിങ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ സബ്ജക്റ്റ് മാറ്റർ ഈസ് ഇൻഷുർഡ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്, ഒരു പോളിസിയാണ് ടൈം പോളിസി എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ പറയുന്നതാണ് മിക്സ്ഡ് പോളിസി. മിക്സ്ഡ് പോളിസി പറഞ്ഞാൽ മിക്സ്ഡ് ഇൻഷുറൻസ് പോളിസി ഈസ് എ കോമ്പിനേഷൻ ഓഫ് വോയേജ് ആൻഡ് ടൈം പോളിസീസ്. അതായത് യാത്രക്കിടയിലും അതുപോലെ തന്നെ ആ യാത്ര കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തിച്ചേരുന്ന വരയ്ക്കുള്ള സമയം, അതിനെടുക്കുന്ന കാലയളവ്, അതിനുള്ളിൽ എടുക്കുന്ന പോളിസിയാണ് മിക്സഡ് പോളിസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വരുന്നതാണ് വാല്യൂഡ് പോളിസി. വാല്യൂഡ് പോളിസി എന്ന് പറഞ്ഞാൽ a marine insurance policy may be either valued or unvalued. A valued policy is a policy which specifies the agreed value of the subject matter insured between the insurer and the company, and it is specified by the policy itself. അതായത് ഇത്ര രൂപയ്ക്കുള്ള ഇതാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂഡ് പോളിസി. എൻ്റെ ഗുഡ്സ് ഞാൻ ഇവിടുന്ന് കയറ്റി അയക്കുമ്പോൾ അത് ഇത്രത്തോളം വാല്യൂ മതിക്കുന്നതാണ്, ഇത്ര രൂപയുടെ വാല്യൂ മതിക്കുന്നതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് വാല്യൂഡ് പോളിസി. അടുത്തതാണ് അൺവാല്യൂഡ് പോളിസി. അത് നമുക്ക് നോക്കാം. അൺവാല്യൂഡ് മറൈൻ ഇൻഷുറൻസ് പോളിസി ഈസ് എ പോളിസി which does not specify the value of the subject matter insured. Subject to the limit of the sum insured, it leaves the value of the loss. അതായത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മളിവിടുന്ന് കയറ്റി അയക്കുകയാണെങ്കിൽ, ഗുഡ്സ് കയറ്റി അയക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണെങ്കിൽ ആ പോളിസിനെ വിളിക്കുന്ന പേരാണ് അൺവാല്യൂഡ് പോളിസി. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് പോളിസി. This provides another method of obtaining a long-term contract of goods insurance, which may be used instead of an open cover. ഇവിടെ പറയുന്നതാണ് this provides another method of obtaining a long-term contract. ദീർഘകാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് പോളിസിയിൽ, which may be used instead of an open cover. അതായത് ഫ്ലോട്ടിംഗ് പോളിസിയിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വൻ ദീർഘകാലത്തേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഫ്ലോട്ടിംഗ് പോളിസി. അതിൽ എല്ലാ തരം ഗുഡ്സും നമുക്കതിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഞാൻ ഇന്നൊരു കണ്ടെയ്നർ കയറ്റി അയച്ചു, അത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തൊരു കണ്ടെയ്നർ കയറ്റി അയച്ചു. അതൊരു എൻറ്റയർ കാലയളവിലേക്ക് വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് പോളിസി പറഞ്ഞാൽ. ഓക്കെ, ഞാനിപ്പോൾ ഒരു വർഷത്തിൽ 15 കണ്ടെയ്നറുകൾ കയറ്റി അയച്ചു കഴിഞ്ഞാൽ ആ 15 കണ്ടെയ്നേഴ്സിനും ഒക്കെ കൂടി ഈ ഒരു വർഷത്തിനുള്ളിലായതുകൊണ്ട് ആ എൻറ്റയർ കാര്യങ്ങൾക്കൊക്കെ അതിൽ ഏതെങ്കിലും ഒന്നിനടക്കം ഡാമേജ് വന്നു കഴിഞ്ഞാൽ അടക്കം ഐ ക്യാൻ ഗോ ഫോർ ഫ്ലോട്ടിംഗ് പോളിസി. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ജനറൽ ഇൻഷുറൻസുകൾ.
ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എൻറ്റയർ ഭാഗങ്ങൾ നമ്മളിവിടെ തീർക്കുകയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.